അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ കേക്കാണ് ചെയ്യുന്നത്. ഇത് നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്, നല്ല സോഫ്റ്റുമാണിത്. ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു ചെറിയ ബൗൾ എടുക്കാം. അതിൽ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി 4 ടേബിൾ സ്പൂൺ ചൂട് പാല് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈസ്റ്റും പഞ്ചസാരയും പാലിൽ നല്ലതുപോലെ മിക്സ് ആവണം. നല്ലതുപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഗ്ലാസ്സിലാണ് മെഷറിങ് എടുക്കുന്നത്. 1 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. എടുക്കുന്ന ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1/2 ഗ്ലാസ് ചൂട് പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ ഈസ്റ്റ് കലക്കാനെടുത്ത് അതിൻ്റെ ബാക്കി ഒഴിച്ചു കൊടുക്കാം. ഇനി 1/4 ഗ്ലാസ് ഓയിൽ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി വേണ്ടത് 1 ടീസ്പൂൺ വിനെഗറാണ്. വൈറ്റ് വിനെഗർ ചേർത്ത് കൊടുക്കണം. ഇനി കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി 1/4 ഗ്ലാസ് മൈദ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറുമായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുത്തിട്ടുള്ളതാണ്. അത് കുറേശ്ശെ ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കണം. നല്ലതുപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊരു തിക്ക് ബാറ്ററാണിത്. ഇതിനി അടച്ച് ഒരു 30 മിനിറ്റ് മാറ്റി വെക്കണം. ഞാനിതൊരു പ്ലാസ്റ്റിക് കൊണ്ടാണ് കവർ ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിൽ 1 കോഴിമുട്ട എടുക്കാം. അതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി വേണ്ടത് കോൺഫ്ലവർ ആണ്. 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കട്ടയില്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു പാനിലേക്ക് ഒഴിക്കാം. ഇത് സ്റ്റൗവിൽ വെച്ച് നല്ലതുപോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. നല്ലതുപോലെ ഇത് വേവണം, വെന്ത് ഇത് കുറുകണം. ഇതൊരു പൈപ്പിംഗ് ബാഗിലാക്കാനാണ്. നന്നായിട്ട് കുറുകണം. അതുകൊണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ ചേർത്ത് ഇത് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതൊരു പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്യണം. പ്ലാസ്റ്റിക് ആണെങ്കിൽ ഈ ബാറ്ററിൽ മുട്ടത്തക്ക വിധത്തിൽ വേണം കവർ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് മുകൾ ഭാഗം ഡ്രൈ ആയി പോകും. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം.
ഇത് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാനിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ പാനിൽ ഫുള്ള് ഓയിൽ തൂത്ത് കൊടുക്കണം. ഇനി ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയായിട്ടിരിക്കുകയാണിത്. അതുകൊണ്ട് ആ സ്പൂണിൽ ഓയിൽ നല്ലപോലെ തൂത്തിട്ട് പാനിൻ്റെ എല്ലാ ഭാഗത്തും ഈ ബാറ്റർ സ്പ്രെഡാക്കി കൊടുക്കണം. ഇനി ഒരു മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി എടുത്തതാണ്. അതൊരു ബ്രഷ് കൊണ്ട് ഇതിൻ്റെ മുകളിലൊന്ന് തൂത്ത് കൊടുക്കാം. ഇനി കാഷ്യൂ നട്ടാണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട് ഇല്ലെങ്കിൽ പീനട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന ആ ബാറ്റർ നല്ലതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഇനി ഇത് ക്രോസിനൊരു ഡിസൈൻ വരച്ചു കൊടുക്കാം. ക്രോസിനോ നേരെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് വരച്ചെടുക്കാം. ഇനി ഇതിൽ ഉണക്ക മുന്തിരിങ്ങ ഓരോ കളത്തിലും ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സും റൈസിൻസും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടിട്ടുണ്ട് 10 മിനിറ്റ്. പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഇത് 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. അങ്ങനെ 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്ത കേക്കാണിത്. കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.